LLB പരീക്ഷാ മൂല്യനിർണ്ണയ പിഴവിൽ കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം കനക്കുകയാണ്. സർവകലാശാലയിൽ CJP സമരത്തിന്റെ മാതൃകയിൽ വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയിട്ടുണ്ട്. SFI ABVP മാർച്ചുകളിൽ സംഘർഷമുണ്ടായി. ABVP മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ VC അംഗീകരിച്ചുവെന്നും വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചുവെന്നും ABVP സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണ പറഞ്ഞു. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം നടന്ന പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്ന് ABVP ശക്തമായിട്ടുള്ള സമരം ഈ സർവകലാശാലയ്ക്ക് മുൻപിൽ നടത്തുകയുണ്ടായി. നിലവിൽ സർവകലാശാല വൈസ് ചാൻസലറെ നേരിട്ട് കണ്ട് ആ ആവശ്യം ഉന്നയിക്കുകയും നമ്മൾ മുന്നോട്ട് വെച്ച 3 ആവശ്യവും വൈസ് ചാൻസലർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ABVP ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പുനർമൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. അവർക്ക് എതിരെ വകുപ്പ് തലത്തിലും അതുപോലെ തന്നെ നിയമ നടപടിയും ശക്തമായിട്ട് എടുക്കണമെന്നുള്ളതാണ്. അത് എടുക്കുമെന്നുള്ള രീതിയിൽ തന്നെ വൈസ് ചാൻസലർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോയ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. അശ്വിനി, ആ വിദ്യാർത്ഥി പ്രതിഷേധം കാണുമ്പോൾ, ഇവരുടെ സമര നടപടികൾ കാണുമ്പോൾ ജന്തർ മന്ദറിലേക്ക് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു CJPയുടെ ഒരു പ്രതിഷേധത്തിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയാണ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ കർത്തവ്യം നിർവഹിക്കാതെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരും, അവകാശം ചോദിച്ചു മേടിക്കേണ്ടി വരും, പിടിച്ചു വാങ്ങേണ്ടി വരും. അത്തരത്തിലുള്ള സമരം അനിവാര്യമായി തീരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം? അവരെ എങ്ങനെയാണ് ഈ അധികാരികളാണെങ്കിലും പോലീസ് ആണെങ്കിലും കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്? ചർച്ച എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അശ്വിൻ. ഷിഹാസ്, ഞാനുള്ളത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്താണ്. ഇവിടെ രാവിലെ മുതൽ LLB വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട്. പ്രധാനമായും 2024 നടന്ന BA LLB പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ സംഭവിച്ചിട്ടുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ച് കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഈ അപാകതകൾ എന്ന് പറയുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ അവർ ഏതാനും പേർ പരാജയപ്പെടുന്നു. പിന്നീട് അവരത് റീവാലുവേഷൻ നൽകുമ്പോൾ അവർക്ക് വീണ്ടും കൂടുതൽ മാർക്ക് ലഭിച്ച് പാസ്സാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പലർക്കും 40 മുതൽ 60 മാർക്ക് വരെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അത് എന്തുകൊണ്ട് ആദ്യത്തെ മൂല്യനിർണ്ണയത്തിൽ സംഭവിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. റീവാലുവേഷൻ കൊടുക്കുമ്പോൾ തന്നെ 800-1000 രൂപയൊക്കെയാണ് ഈ റീവാലുവേഷൻ ഫീസായി വാങ്ങുന്നത്. അതിനുശേഷമാണ് ഈ ഒരു റീവാലുവേഷൻ നടത്തുന്നതും അതിൽ പലർക്കും 60 മുതൽ 40 വരെ മാർക്കുകൾ കൂടുതലായി ലഭിക്കുന്നത്. ഇത് മൂല്യനിർണ്ണയത്തിൽ ഉണ്ടാകുന്ന അപാകതയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാണുന്ന വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ പരീക്ഷ മൂല്യനിർണ്ണയം അതായത് ഈ റീവാലുവേഷൻ പരീക്ഷകൾക്ക് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപായി തന്നെ ഈ ഒരു പരീക്ഷ നടത്തുന്നു, പരീക്ഷ നടത്തുന്നു. അതുകൊണ്ട് പല വിദ്യാർത്ഥികളിലും ആശയക്കുഴപ്പമുണ്ട്. ഈ പരീക്ഷാ റിസൾട്ട്, റീവാലുവേഷൻ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കണമോ, അതോ അതിനു മുമ്പ് തന്നെ പരീക്ഷ എഴുതണമോ? രണ്ടിനും ഫീസ് അടക്കേണ്ടതുണ്ട്. ഈ ഫീസ് അടക്കം വലിയ തുകയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ രാവിലെ മുതൽ തന്നെ സമരം ചെയ്തത്. ഇവിടെ ABVPയുടെയും അതുപോലെ തന്നെ SFI KSUയുടെയും നേതൃത്വത്തിൽ രാവിലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. SFI മാർച്ച്, യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് നടത്തിയിട്ടുള്ള മാർച്ച് അക്രമാസക്തമാവുകയും ഏതാനും വിദ്യാർത്ഥികൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് ABVP പ്രവർത്തകർ കേരള VCയുമായി ചർച്ച നടത്തി പുറത്തേക്ക് വന്നിരുന്നു. അവർ ഈ വിദ്യാർത്ഥിയുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഏതാനും വിവരങ്ങൾ ഇവർ നൽകി അവരുടെ ആവശ്യങ്ങൾ VC അംഗീകരിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കാം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് SFIക്ക് ഈ VCയുമായി ചർച്ച നടത്താൻ, കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതേ നേരത്തെ തന്നെ മറ്റു വിദ്യാർത്ഥികൾ, ഈ LLB വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവരും സ്വതന്ത്രമായി മറുഭാഗത്ത് സമരം നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ വിദ്യാർത്ഥികൾ കൂട്ടായ്മകൾ ഇവിടെ ഒന്നിച്ചു ചേർന്ന് സമരം നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SFI, KSU, ABVP, ഫെറ്റേണിറ്റി അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം തുടക്കെ ചേർന്നതായിരിക്കും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവുക അല്ലെങ്കിൽ പരിശോധന ഉണ്ടാവുക എന്നുള്ളതാണ്. നേരത്തെ ഈ മൂല്യനിർണ്ണയത്തിൽ ആരെങ്കിലും ഈ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ രാവിലെ നടന്ന ഈ സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് ഇവിടെ നമുക്കൊപ്പം ഉള്ളത് എന്നുള്ളതാണ്. രാവിലെ നടന്ന സംഭവത്തിലാണോ പരിക്കേറ്റത്? അതെ, രാവിലെ നടന്ന സംഭവത്തിലാണ് പരിക്കേറ്റത്. അതായത് ഞങ്ങളിവിടെ യാതൊരു തരത്തിലും മുദ്രാവാക്യം പോലും വിളിക്കാതെ രജിസ്ട്രാർ ഓഫീസിൽ പോലും ഇല്ല.
ആ സമയത്ത് അവിടെ ഇരിക്കുകയായിരുന്നു, നമ്മൾ ധർണമാതിരി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസ് നമ്മുടെ നേർക്ക് അക്രമം അഴിച്ചുവിടുമായിരുന്നു. ആ അക്രമത്തിന്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ചുമരിനോട് മുഖം അടിച്ചു ചേർത്ത് കാലിലേക്ക് മനഃപൂർവ്വം ചവിട്ടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലാണ് ഞാൻ പരിക്കേൽക്കപ്പെട്ടത്. അതുപോലെ 2-3 പേർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വലിച്ചഴക്കുന്നതിന്റെ ഇടയിൽ കഴുത്തിന് വയ്യാതായവരുണ്ട്, കാലിന് വയ്യാതായവരുണ്ട്, കാലിന് നഖം പോയൊരു വിദ്യാർത്ഥിയുണ്ട് ഇവിടെ. അങ്ങനെ വിദ്യാർത്ഥികളാണെന്നുള്ള പരിഗണനയില്ലാതെ എന്തോ അവർക്ക് നേരെ തിരിയാനുള്ള രാജ്യദ്രോഹികളെ പോലെയൊക്കെയാണ് അവർ നമ്മളോട് പെരുമാറിയത്. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളാണ്. ഇവിടെ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റിയുടെ തകർച്ചയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിറ്റി എത്ര അധപ്പതിച്ചൊരു യൂണിവേഴ്സിറ്റിയാണെന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനൊന്നും ഇവരെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികൾ ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും ഈ അല്പസമയം മുമ്പ് SFI പ്രവർത്തകരടക്കം ഈ VC നേരിൽ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും സമയം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല അതിനു മുമ്പ് ABVP പ്രവർത്തകർ VCയെ കണ്ട് അവർ സർവകലാശാലയുടെ പിടിപ്പുകേട് അത് ചോദ്യം ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. അവർ സമരത്തിലാണ്. ഉമ്മാക്കി കാണിച്ചു ഭയപ്പെടുത്തേണ്ട, പോലീസിന്റെ കാടത്തമൊന്നും ഇവിടെ ചെലവാകില്ല. അകൾ പോലീസിനോട് ആണെങ്കിലും ശരി, അധികാരികളോടാണെങ്കിലും ശരി, ഏറ്റുമുട്ടി നിന്നുകൊണ്ട് തന്നെ തങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉന്നയിച്ചത് അതൊക്കെ നേടിയിട്ടേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് വിദ്യാർത്ഥികൾ പറയുകയാണ്.